ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി അയക്കുറ ബിരിയാണീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് മസാല റെഡിയാക്കാം. അതിനായി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 6 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ സവാള നമുക്ക് നന്നായി ഇനി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ 1 സ്പൂൺ പച്ചമുളക് പേസ്റ്റും ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 4 തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ നിരത്താം. ഞാനിവിടെ 1 കിലോ അയക്കുറയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസാണ് റെഡിയാക്കേണ്ടത്. ഞാനിവിടെ 1 കിലോ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അഷ്റഫ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ റൈസ് വറുത്തിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നന്നായി റൈസ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കിലോ റൈസിലേക്ക് 4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ റൈസൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിങ്ങനെ ലെയർ ആയിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അതിനിടയിലായിട്ട് ഗീ ഇട്ടിച്ച് കൊടുക്കുക. എന്നാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. അങ്ങനെ നമ്മൾ അയക്കുറ ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.